അവർ ഗവൺമെൻറ് ജീവനക്കാരാണ്. പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട്, ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളുടെ മകനാണ്. ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ ആരോട് പറയും? എവിടെ പോയി അന്വേഷിക്കണം? എവിടെ പോയി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ടു. ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിന് ഞാനെടുത്ത് ആയിട്ട് പോകാൻ കഴിയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഉറപ്പിച്ചു പറയുന്നു, ഈ മഹാവിദ്യാർത്ഥി സഹകരണത്തിന് നിയോജക മണ്ഡലം MSF ഉറപ്പ് പറയുന്നു, ആ ഷഹബാസിന്റെ കാബാലികളെ, ആ കൊലയാളികളെ നീതിയുടെ പക്ഷത്ത് ഷഹബാസിന്റെ ഉമ്മക്ക്, ഷഹബാസിന്റെ പിതാവിന്, ആ കുടുംബത്തിന്, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമരത്തിന്റെ മുന്നിലുണ്ടാക്കുന്ന سنخوض معاركنا معهم وسنمضي جموعا نغدوهم ونعيد الحق المغتصب وبكل. അസ്സലാമു അലൈക്കും. ഷഹബാസിന്റെ ഉപ്പയുടെ വാക്കുകൾ കേട്ടില്ലേ? അദ്ദേഹം ശരിക്കും പ്രതീക്ഷയിലാണ്, അതുപോലെ തന്നെ കുറെ നിരാശയിലുമാണ്. അദ്ദേഹത്തിന്റെ മകനെ, അതായത് 15 വയസ്സുള്ള ആ കുട്ടിയെ കൊലപ്പെടുത്തിയ കുറെ എണ്ണം ഇപ്പോഴും പുറത്ത് അടിപൊളിയായിട്ട് വിലസി നടക്കുകയാണ്. സ്വന്തം മകനെ, അതായത് 15 വയസ്സുള്ള പൊന്നുമോനെ കൊന്നിട്ട്, തന്റെ പൊന്നുമോനെ കൊന്നിട്ട് ഒന്നും അറിഞ്ഞില്ല, ഒന്നും കേട്ടില്ല, ഒന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ പുറത്ത് വിലസി നടക്കുകയാണ്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അതിലൊരെണ്ണത്തിന് എന്തായാലും ഇന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒക്കെ ഇതിനകത്ത് പങ്കുണ്ട്. എന്തായാലും ഈ ഉപ്പ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തന്റെ മകന് നീതി കിട്ടും എന്നുള്ളത്. സർക്കാർ തന്റെ കൂടെ തന്നെ നിൽക്കും. ഈ കുട്ടികൾക്ക്, അതായത് ജയിലിൽ കൊണ്ടുപോയ ജുവനൈൽ ഹോമിൽ കൊണ്ടുപോയ ആ കുട്ടികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഉപ്പ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഈ ഉപ്പയാണേലും ആ ഉമ്മയാണേലും ഒരു തുള്ളി വെള്ളം പോലും, ഈ ഒരു നല്ല മാസത്തില് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പോലും കഴിയാതെ ഒരു ഉമ്മ തളർന്ന് അവിടെ കിടപ്പുണ്ട് ഷഹബാസിനെ ഓർത്തിട്ട്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. കുട്ടികൾ കുറ്റം ചെയ്താൽ അവരെ കുറ്റവാളികൾ എന്ന് പോലും പറയരുത് എന്നാണ് ബാലാവകാശ നിയമം. ഈ കുട്ടികൾ അറിയുന്നുണ്ടോ അവർ ചെയ്ത തെറ്റ് എത്രത്തോളം ആഴമുള്ളതാണെന്ന്? അവർക്ക് അറിയത്തില്ലായിരിക്കാം, പക്ഷെ അവർക്ക് ശിക്ഷയുണ്ടോ? അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ യാതൊന്നുമില്ല. അവർ കുറച്ചു നാള് ജുവനൈൽ ഹോമിൽ കിടക്കുക, എന്നിട്ട് വീട്ടിലേക്ക് പോവുക. അവരെ കുറ്റവാളികൾ എന്ന് പോലും പറയരുതെന്നാണ് ബാലാവകാശ നിയമം. ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ ഒന്നും പറയാതിരിക്കുക ഭേദം. അവരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് കൊലവിളി നടത്തുക. ഞാൻ കൊല്ലുമെന്ന് പറയാ, വെട്ടുമെന്ന് പറയാ, എന്തെല്ലാം വോയിസുകളാണ് നമ്മൾ കേട്ടത്. ഇവരെയൊക്കെ കുട്ടികളെന്ന് പറയാൻ പറ്റുമോ? ഇത് ചെകുത്താന്മാരെന്നാണ് ഇവരെയൊക്കെ പറയേണ്ടത്. ഇത് കുട്ടികളുടെ ഒരു ഗണത്തിലൊന്ന്, കുട്ടികളുടേതായ ഒരു മനസ്സാണ്, പക്ഷെ ഇത് ഒരു മുതിർന്ന ഒരാൾക്കാരുടെ മനസ്സാണ് ഈ കുട്ടികൾ കാണിക്കുന്നത്. എന്നിട്ടും ഇവർക്ക് യാതൊരു ശിക്ഷയും ഇല്ല. ഇവര് ജുവനൈൽ ഹോമിൽ കൊണ്ടിട്ടിട്ട് കുറച്ചു നാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് സുഖവാസം. അതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ. കൂടുതൽ തെളിവിനായി ഇവർ മെറ്റയെ സമീപിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടോടെ കിട്ടിയതിനു ശേഷം മാത്രമേ കുറ്റപത്രം കൊടുക്കുകയുള്ളൂ. എന്തിനാണാവോ ഈ പോലീസുകാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം അതിനകത്തൊന്നും യാതൊരു കാര്യമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ ഉപ്പയുടെ ഒരു സങ്കടം, അവ ഇപ്പൊ ഒരുപാട് സങ്കടപ്പെടുവാണ്. ഇനിയെങ്കിലും ആർക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുതേ എന്ന്. ഈ ഒരു ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയക്കാരും മറ്റു പ്രമുഖരും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസ് എങ്ങും എത്താൻ പോകുന്നില്ല. ചുമ്മാതെയാണ് ഈ കേസ് അന്വേഷണം മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. എന്തായാലും പാവത്തുങ്ങൾക്ക് യാതൊരു നീതിയില്ലെന്ന് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കോടതി വെറുതെ വിട്ടാലും ജനങ്ങൾ വെറുതെ വിടരുത്. ഈ കുറ്റവാളികളെ വെറുതെ വിടരുത്. അവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശിക്ഷ കൊടുക്കണം. ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അവരെ കുട്ടികളിലേക്ക് മർദ്ദനം വരികയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. പല ആളുകളും പറയാൻ പേടിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ അടുത്തുനിന്ന കടകളിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ അറിയാം ഇത്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയം ഇതിൽ ഉണ്ടെങ്കിൽ എന്തായാലും അട്ടിമറിക്കപ്പെടും. ഇതിൽ പങ്കാളികളായ ഒരാളുടെ പാർട്ടി തലത്തിൽ അങ്ങ് മേലെ വരെ ബലമുള്ള ആളുകളാണ്.
അവര് എന്തായി കഴിഞ്ഞാലും സ്വാധീനിച്ച് ഇതെല്ലാം കൂടി തേച്ച് മാറ്റപ്പെടും. എന്നാലും ഇത് തീരാ ഒരു മുറിവായി എനിക്കും എൻ്റെ ഭാര്യയും ഇവിടെ ഇങ്ങനെ കഴിയേണ്ടി വരും. ഇനി എന്താ നഷ്ടപ്പെടാനുള്ളത്? എൻ്റെ ഏക പ്രതീക്ഷ, ഞാൻ എന്താ നിൽക്കുന്ന എല്ലാ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനി ഞാൻ തുറന്നു പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ പ്രതികളുണ്ട്. ശരിക്കും അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ പല പ്രഗത്ഭന്മാരും ഇതിൽ കുടുങ്ങാനുണ്ട്, ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച. ഇത് പകൽ നല്ല രീതിയിൽ നടക്കുകയും രാത്രി ഇതിനുള്ള പ്ലാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്ക് രക്ഷിതാക്കൾ പറയും നീ പോയി ചെയ്തോ എന്നുള്ളൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ വളരെ തൃപ്തനാണ്. സാറ് പറഞ്ഞിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത് നിയമപരമായിട്ട് ഒരാൾ സ്വാധീനിച്ചു കഴിഞ്ഞാലും അതിൽ ഞാൻ വഴങ്ങില്ല എന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ കുട്ടി പോയി, എന്നാലും അവർക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് നിങ്ങളെ ഭാഗത്ത് നിന്നായി കഴിഞ്ഞാലും മറ്റുള്ള മതസംഘടന രാഷ്ട്രീയ സംഘടനകളായി കഴിഞ്ഞാലും ജനങ്ങൾ രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതികരിച്ച് ഇതിന് ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് അവിടെ കാണികളായി നോക്കി നിന്ന ആളുകൾ, അവരുടെ പേരൻസ് ആളുകളുണ്ട്, കറക്റ്റായിട്ട് പറയുന്നില്ല, കുട്ടികൾ പറയുന്നില്ല പേടിച്ചിട്ട്. അതല്ലല്ലോ ശരി. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഭീഷണി സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ആർക്കാ പേടിയില്ലാത്ത? എനിക്ക് വരെ പേടിയാണ്. പക്ഷെ ഞാൻ ബാലാവകാശ നിയമപ്രകാരം ഈ കുട്ടികളെ കുറ്റവാളികളായി കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് പരീക്ഷ എഴുതാൻ പോലും അനുമതി നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്നും ഓരോ സ്കൂളുകളിലും തല്ലും പിടിയുമാണ്. ഇത്രയും ക്രിമിനൽസുകളായ കുട്ടികളെന്ന രീതിയിൽ ഒരു പരിഗണനയും കൊടുക്കരുത്. ഇതിനൊക്കെ കാരണം അവരുടെ രക്ഷിതാക്കളും ഇതിനൊക്കെ നല്ലൊരു പങ്കാണ്. ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാലും ഈ ക്രിമിനൽസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാലും അവരുടെ വീടുകളിലും ഇതേ രീതിയൊക്കെ തന്നെയായിരിക്കും. നിയമത്തിന്റെ പഴുതടച്ച് ഈ ക്രിമിനലുകൾ രക്ഷപ്പെടാൻ പാടില്ല ഒരിക്കലും. നമ്മളുടെ ഈ സംസാരിക്കുന്ന സമയത്ത് 100 മീറ്റർ അപ്പുറത്ത് പ്രിയപ്പെട്ട ഷഹബാസ് അവന്റെ കബറിടങ്ങളിൽ മൈലാഞ്ചി ചെടികൾക്ക് വേർപിടിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ ശബ്ദത്തിന്റെ ഉച്ചവാചനയുടെ മുഴക്കം ഒരുപക്ഷെ അവന്റെ ഉമ്മ കേൾക്കുന്നുണ്ടാവും. ഷഹബാസിന്റെ കബറിങ്കിൽ നിന്ന് MSF ഉറപ്പിച്ചു പറയുന്നു, ഈ മഹാവിദ്യാർത്ഥി സഹകരണത്തിന് നിയോജക മണ്ഡലം MSF ഉറപ്പു പറയുന്നു, ആ ഷഹബാസിന്റെ കാബാലികളെ, ആ കൊലയാളികളെ നീതിയുടെ പക്ഷത്ത് ഷഹബാസിന്റെ ഉമ്മക്ക്, ഷഹബാസിന്റെ പിതാവിന്, ആ കുടുംബത്തിന്, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കും വരെ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ സമരത്തിന്റെ മുന്നിൽ. ഇവർക്കൊന്നും കുട്ടികളുടെ മനസ്സല്ല, പിശാചുക്കളുടെ മനസ്സാണ്. 15 വയസ്സേ ഉള്ളെങ്കിലും എല്ലാത്തിനും ക്രിമിനൽ സ്വഭാവമാണ് ഈ ജയിലിൽ കൊണ്ടിട്ടതിനെല്ലാം. ശരിക്കും പറഞ്ഞാൽ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ ഈ കാട്ടുകൂട്ടുന്നത്. ഈ ഇവന്മാരൊക്കെ ഇങ്ങനെ ചെയ്ത് കാട്ടുകൂട്ടിയാല് ഇതിനൊക്കെ അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. ഇവർ ഈ കാട്ടുകൂട്ടി ഒരു കുട്ടിയെ കൊന്ന് ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഇവന്മാര് ചിന്തിക്കുന്നേ ഇല്ല. ആ വീടിന്റെ മൂത്ത മകനാണ് പോയത്. എന്തായാലും ഇനി വരുന്നൊരു തലമുറയെങ്കിലും ഈ ലഹരിക്കൊന്നും അടിമപ്പെടാതെ നല്ലൊരു തലമുറ ഉണ്ടാവട്ടെ. എന്തായാലും ഷഹബാസിനും അവരുടെ വീട്ടുകാർക്കും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ. ആ പൊന്നുമോന് എത്രയും പെട്ടെന്ന് തന്നെ നീതി കിട്ടട്ടെ.